Hello and welcome to Sarah's Herbs and Spices. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു താറാവ് മപ്പാസാണ്, ഡക്ക് മപ്പാസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഈസ്റ്ററും ഒന്നും അല്ലല്ലോ, ഇപ്പോൾ എന്താണ് ഡക്ക് മപ്പാസ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് സെലിബ്രേഷൻ എന്തെങ്കിലും റീസൺ വേണോ? ഡക്ക് മപ്പാസ് കഴിക്കണമെന്ന് തോന്നി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് ആ റെസിപ്പിയിലേക്കൊന്ന് കടന്നാലോ. ഇത് ഏകദേശം ഒരു 1.8 കിലോഗ്രാം ഓഫ് ഡക്കുണ്ട്, അതായത് 1,800 താറാവുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇത് വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് പല തവണ ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഡക്ക് വേവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചതച്ച് ചേർക്കാനുള്ളതാണ് 35 ഗ്രാം വെളുത്തുള്ളിയുണ്ട്, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കുറേ ഉണ്ട്. പിന്നെ ഇതൊരു 25 ഗ്രാം ഇഞ്ചിയുണ്ട്, അതുപോലെ തന്നെ ഒരു 5-8 പച്ചമുളകും ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ മാരിനേറ്റ് ചെയ്യാം. ഡക്ക് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഒരു ഹീപ്ഡ് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പെപ്പർ, കുരുമുളക് ഒരു ഹീപ്ഡ് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയിട്ട് നല്ലവണ്ണം തിരുമി യോജിപ്പിച്ച് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഡക്ക് മപ്പാസിൻ്റെ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് വലുതൊക്കെ 3ആയിട്ടും ചെറുത് 2ആയിട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാളയും ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നേരത്തെ നമ്മളെടുത്ത ജിഞ്ചർ ഗാർലിക്, അതിൻ്റെ ബാക്കി ആവശ്യമായിട്ടുള്ളത് ഇടാം. അതുപോലെ തന്നെ പച്ചമുളകും ചതച്ചെടുത്തത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഒരു മീഡിയം ടൊമാറ്റോ അരിഞ്ഞതാണ്, ഇതും ആവശ്യമായിട്ടുണ്ട്. മെഷറിംഗ് സ്പൂൺ അളന്നെടുത്തതാണ് മസാല പൗഡേഴ്സ്. ഇത് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഇതിന് മുളക് പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല മപ്പാസ് ഉണ്ടാക്കുമ്പോൾ. ഇതൊക്കെയാണ് മസാല പൗഡേഴ്സ്. പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് 1.5 ടീസ്പൂൺ. ഇതും മസാലയുടെ കൂട്ടത്തിൽ വഴറ്റാനുള്ളതാണ്. മപ്പാസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാനത് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാനിവിടെ ക്യൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നീട് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാല് ഒരു 1.25 കപ്പുണ്ട്, 2-ാം പാല് 2.5 കപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കാഷ്യൂ നട്ട്സ് ഒരു 20 എണ്ണം ഞാൻ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ച് ചേർക്കാം. അപ്പോൾ അത് കറി നല്ലൊരു റിച്ചായിട്ട് മാറും. ഡക്ക് മപ്പാസിന് ആവശ്യമായ വിനാഗിരി ഒഴിക്കാനുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം നമുക്ക് ഒഴിക്കാം. പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ടൊമാറ്റോസാണിത്, ഒരു മീഡിയം ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞത്. പിന്നെ കടുക് വറുത്തിടാനുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയുമാണിത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 3 മുതൽ 4 വിസിൽ വരെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞ് വെന്തോന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് വാങ്ങാം. നമുക്ക് ഡക്ക് മപ്പാസ് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5
ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, ഒരു 2 കറുവപ്പട്ട, ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക്, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഫയർ മീഡിയം ആക്കണം, അല്ല മീഡിയം ലോ ആക്കണം. കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റാം. ഈ ഡക്ക് മപ്പാസിന് എരിക്ക് ഞാൻ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. എരിക്ക് ആവശ്യമായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അതിനി നല്ലപോലെ വഴറ്റിയെടുക്കാം. സമയം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വഴലട്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി. നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുകയാണ്, 1/2 ടീസ്പൂൺ. ഇളക്കി കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഫെനൽ സീഡ്സ് 1/2, ഫെനൽ പൗഡർ, കൂടെ ഗരം മസാലയും 1/2 ടീസ്പൂൺ. ഇത്രയും നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡക്ക് വെന്തതിന് ശേഷമുള്ള ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡക്കിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2ാം പാലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഡക്കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി കിടന്ന് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേകുന്നിടം വരെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിക്കാം. സമയത്ത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു റിച്ച് ടേസ്റ്റ് കൊടുക്കും ഈ ഡിഷിന്. ജെന്റ്ലി ഒന്ന് ഇളക്കാം. നമുക്ക് ഫൈനലി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ വീതം കുരുമുളകും പെരിഞ്ജീരകവും
ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് മീൻപൊടിയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട്. കറിയെല്ലാം നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് തിളയ്ക്കണ്ട, ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞ് കടുക് താളിച്ചൊഴിക്കാം. നമുക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതിട്ട് നിർത്താം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഡക്ക് മപ്പാസ് മാറ്റാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഡക്ക് മപ്പാസ്, ടേസ്റ്റി ആൻഡ് ഡെലിഷ്യസ് ആയിട്ടുള്ള ഡക്ക് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, ഈവൻ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.